സംഗീതത്തെ ആരാധിക്കുന്ന ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്നെ സ്വാധീനിച്ച, എന്നെ മോഹിപ്പിച്ച, എനിക്ക് ഭ്രാന്തെടുപ്പിച്ച, എന്നെ ധന്യനാക്കിയ, എന്നെ മരണത്തോളം കൊണ്ടു നടന്ന പാട്ടുകൾ ഏതൊക്കെയാണെന്ന് വെറുതെ നമുക്ക് ഒന്ന് അന്വേഷിക്കാം എന്ന ഒരു കുസൃതിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി വെളിച്ചത്തിൽ നിന്നാണ് എനിക്ക് പാട്ടിൻ്റെ പൂവരങ്ങിൽ വന്നിരിക്കാൻ എന്നെ ഇതിൻ്റെ ഈ കൈരളി ചാനലിൻ്റെ സംഘാടകർ ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി വന്നത്. ഇതൊരു ആത്മസമർപ്പണവും കൂടി ആണ് എന്ന് തോന്നിയതുകൊണ്ടാണ്. പാട്ടിൻ്റെ പൂവരങ്ങിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നത് ഗന്ധർവ ഗായകനായ വയലാർ രാമവർമ്മയാണ്. അതിനുശേഷം കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പല അഴി തീർത്ത ഭാസ്കരൻ മാസ്റ്ററെ, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ആകാശത്തിൻ്റെ നക്ഷത്രജാലകം തുറന്നു തന്ന ധന്യനായ കവി ONV കുറുപ്പ് സാർ, ശ്രീകുമാരൻ തമ്പി സാർ, യൂസഫ് അലി കേച്ചേരി, പോച്ചൽ ഖാദർ, സത്യൻ അന്തിക്കാട് തൊട്ട് എൻ്റെ തലമുറയുടെ തിരശ്ശീല തുറന്ന് തന്ന ഷിബു ചക്രവർത്തി വരെയുള്ള അവരുടെ പാട്ടുകളാണ് ഞാനിവിടെ വിശകലനം ചെയ്യുന്നത്. അതും ഇവരൊക്കെ പാട്ടിൻ്റെ സമുദ്രങ്ങൾ തീർത്തവരാണ്. പക്ഷെ എന്നെ ഒരു പാട്ടെഴുത്തുകാരനാവാൻ പ്രേരിപ്പിച്ച, എന്നെ മോഹിപ്പിച്ച, എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച അക്ഷരങ്ങൾ എഴുതിയ ഇവരുടെ പാട്ടുകൾ അതെന്തായിരുന്നു എന്നുള്ളൊരു വിശകലനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഗന്ധർവ ഗായകൻ, പാട്ടെഴുത്തുകാരനാണെങ്കിലും ഗായകനാണ് അദ്ദേഹം ശബ്ദമില്ലാതെ പാടി എന്നേ ഉള്ളൂ. ദാസറിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം സ്വരരാഗരൂപിണി സരസ്വതി സ്വർണ്ണ സിംഹാസനമെവിടെ, സരസ്വതീ ദേവിയോട്, അക്ഷരത്തിൻ്റെ വാഗീശ്വരിയോട് സ്വർണസിംഹാസനം ചോദിച്ചുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ നിന്നത്. നിൻ്റെ സ്വർണസിംഹാസനമെവിടെ അന്വേഷിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിന് ഒരഹങ്കാരത്തിൻ്റെ, ഒരു അഹംബോധത്തിൻ്റെ തലമുണ്ട്. സ്വരരാഗരൂപിണിയായ സരസ്വതിയോട് സ്വർണസിംഹാസനം അന്വേഷിച്ചുകൊണ്ട് ധാർഷ്ട്യത്തോടെ മലയാള സിനിമയിലേക്ക് വന്നു. അദ്ദേഹം പറയുന്നു, പുഷ്പിതവന ഹൃദയങ്ങളിലൂടെ സ്വപ്നഹംസരഥമേറി കലയുടെ ഹിമവാഹിനികൾ നിന്നെ കാണാനലയുകയല്ലോ. മനുഷ്യൻ്റെ ബോധത്തിൻ്റെ നിലാവിലേക്ക് അക്ഷരത്തിൻ്റെ മൂർത്തിയെ അന്വേഷിച്ചിറങ്ങിയ ആ ഗന്ധർവ കവിയുടെ പാട്ടുകൾ പലപ്പോഴും കേട്ട് ഞാൻ മൂർച്ഛിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ വളരെ ദരിദ്രമായൊരു കുട്ടിക്കാലമായിരുന്നു എനിക്ക്. ഒരു ദിവസം ഞാൻ അരി മേടിക്കാൻ റേഷൻ കടയിൽ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഗോപാലൻ നായരുടെ ചായക്കടയാണ്. അവിടുന്ന് ദ്വീപുകാർക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് റേഡിയോയിൽ വൈകുന്നേരം. അതിൻ്റെ ഒരു ഘട്ടത്തിൽ 2 ചലച്ചിത്ര ഗാനം സൗജന്യമായിട്ട് മലയാളിക്ക്
ആകാശവാണി ദാനം ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട്. കേൾക്കുകയാണ്. ഒരു തുലാവർഷത്തിൻ്റെ മേഘഛായ മൂടിയ അന്തരീക്ഷത്തിൽ ഏത് നിമിഷവും മിന്നാവുന്നൊരു മിന്നലും ഏത് നിമിഷം പൊട്ടാവുന്നൊരു ഇടിയും പേടിച്ച് എനിക്ക് അരി വാങ്ങി 2 നാഴിക നടന്നെത്തണം എൻ്റെ വീട്ടിലേക്ക്. കുട്ടിയാണ് ഞാൻ, 5ൽ പഠിക്കുന്ന കാലമാണ് ഏതാണ്ട്. അനാവരണം എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ എഴുതിയ ഒരു പാട്ട് ഞാനെന്നാണ് കേൾക്കുന്നത്, ആദ്യമായിട്ട് കേൾക്കുന്നത്. സരസ്വതിയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു, വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു. സരസ്വതിയാമം കഴിഞ്ഞു. സരസ്വതിയാമം കഴിയാണ്, അപ്പോൾ ബ്രാഹ്മമുഹൂർത്തം കഴിയണം. ഉഷസ്സിൻ സഹസ്രദളങ്ങൾ, പ്രഭാതത്തിൻ്റെ 1000 ദളങ്ങൾ വിടർന്നു. കുമാരസംഭവത്തിൽ കാളിദാസന് തുല്യമായ പ്രയോഗമാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടോ വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ഒരു പക്ഷിയെപ്പോലെ ചിറകടിച്ചുണർന്നു. എന്നിട്ടോ അഗ്നികിരീടം ചൂടി അശ്വാരൂഢനായി. അങ്ങനെയാണ് കാലം വരുന്നത്. അംഗം ജയിച്ചു നിന്ന തറവാട്ടിലേക്ക് കാലം അംഗം ജയിച്ചു വന്ന തറവാട്ടിൽ ഇതുവഴി തേരിൽ വരും ഉഷസേ, ഇവിടുത്തെ അസ്ഥിമാടം സ്പന്ദിക്കുമോ സ്പന്ദിക്കുമോ. സന്ദേഹിയായിരുന്നു വയലാർ. ഇവിടുത്തെ അസ്ഥിമാടം ഇനിയും സ്പന്ദിക്കുമോ സൂര്യദേവ നിൻ്റെ വെളിച്ചത്തിൻ്റെ തീക്ഷ്ണതയിൽ, അതിൻ്റെ ഊർജത്തിൽ എന്ന് സന്ദേഹിച്ച അദ്ദേഹം പറയുന്നു, മുത്തുടവാൾ മുനയാലേ നെറ്റിയിൽ കുങ്കുമം ചാർത്തി കൈരളി കച്ചമുറുക്കി നിന്ന കളരികളിൽ നിറകതിർ വാരിത്തൂകും ഉഷസേ, ഇനിയുമൊരംഗത്തിന് ബാല്യമുണ്ടോ ബാല്യമുണ്ടോ. വെല്ലുവിളിക്കുകയാണ് മലയാളിയുടെ സംസ്കാരത്തെയും മലയാളിക്ക് നഷ്ടപ്പെട്ടു പോയ ഊർജത്തെയും മലയാളിയുടെ തനിമയെയും തിരിച്ചു കൊണ്ടുവരാൻ, സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, സംസ്കൃതിയുടെ തലത്തിലേക്ക്, ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ 12 വരിയിൽ ആ ഗന്ധർവൻ ഉപയോഗിച്ച രസതന്ത്രം നമ്മളെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പാട്ടിലേക്ക് ബർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെ പറക്കുന്ന ജെറ്റ് വിമാനം പോലെ പിടിച്ച് താഴ്ത്തുകയാണ്. നിലാവില്ലാത്ത ഒരു രാത്രിയിലാണ് 2.5 വയസ്സുള്ള എൻ്റെ പെങ്ങൾ മരിക്കുന്നത്. ഒരു മിഥുന മാസക്കാലമാണ്. ഓലമേഞ്ഞ കുടിലിൽ മിഥുനമഴയുടെ, അത് ഞാൻ പിന്നീട് എഴുതിയിട്ടുണ്ട്, മനസ്സിൽ മിഥുനമഴ പൊഴിയും അഴകിലൊരു മയിലിനലസലാസ്യം. പക്ഷെ അതന്ന് എനിക്ക് അലസലാസ്യമല്ലായിരുന്നു, ഒരു മരണലാസ്യമായിരുന്നു. മരണവും നമുക്ക് അനുഭവമാണല്ലോ. പ്രണയം പോലെ, ജീവിതം പോലെ, കണ്ണീര് പോലെ, കടൽ പോലെ. ഒരെഴുത്തുകാരന് ഓരോന്നും അനുഭവങ്ങളാണ്. വളരെ പെട്ടെന്നായിരുന്നു ശലഭം പോലുള്ളൊരു പെൺകുട്ടി വരുന്നത്. എൻ്റെ കുട്ടിക്കാലം
വളരെ മോഹിച്ച് ലാളിച്ച് ഞാൻ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കും. പാട്ട് പാടിക്കൊടുക്കും. അന്ന് ഞാൻ എൻ്റെ പെങ്ങൾക്ക് പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്. വല്ലാത്ത ഒരു പാട്ടാണ് വയലാറിൻ്റെ. ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ, സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. വയലാർ എന്ന ഗന്ധർവൻ്റെ വരികൾക്ക് ബാബുരാജിൻ്റെ നക്ഷത്ര വിരലുകൾ അണിയിച്ച് കൊടുത്ത ഒരു പൊട്ടായിരുന്നു ആ പാട്ട്. ഇപ്പോഴും ജാനകി അമ്മയെ കാണുമ്പോൾ അല്ലെങ്കിലും മറ്റാരെങ്കിലും ആ പാട്ട് വൃത്തിയായി പാടുന്നത് കാണുമ്പോൾ വൃത്തിയായി എന്ന് പറയണം. കാരണം അതെൻ്റെ മനസ്സിലെ ശാഠ്യത്തിൻ്റെ ഒരു പാട്ടും കൂടിയാണ്. എൻ്റെ വേദനയുടെ പാട്ടാണത്. വളരെ പേഴ്സണലായിട്ട് പറയുന്നു. ഞാൻ പലപ്പോഴും വളരെ പുറകോട്ട് മനസ്സിനെ അറിയാതെ പറഞ്ഞു പോകാറുണ്ട് എൻ്റെ മനസ്സ്. പിന്നെ അതിൻ്റെ എല്ലാ വേദനകളെയും മായ്ക്കുന്ന കാലമുണ്ടല്ലോ. ഇത് നീറിനെയും പെയിൻറ്റ് ചെയ്യാനുള്ളൊരു തൂവൽ ഈശ്വരൻ നമ്മുടെ പോക്കറ്റിൽ ഇട്ട് തന്നിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് അയക്കുന്നത്. നമ്മളത് ഒരു പുകക്കണ്ണട കൊണ്ട് എല്ലാ നൊമ്പരങ്ങളും മാച്ചു കളയും. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ തുടർന്നുള്ള യാത്രകളിൽ നമുക്ക് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പൊട്ടുപോലെ, ഒരു കുഞ്ഞ് കടന്നൽ കുത്തേറ്റതുപോലെ പലപ്പോഴൊക്കെ ഓർമ്മിക്കാൻ, നമുക്ക് മാത്രം വേദനിക്കാൻ, നമുക്ക് മാത്രം മനസ്സിൽ ഒരു നൊമ്പരം കൊണ്ടു കിടക്കാൻ കഴിയുന്ന ഒരു തരത്തിൽ അതൊക്കെയാണ് നമ്മളെ മനുഷ്യരാക്കി നിർത്തുന്നത്. എന്നും തിരുവോണമായിരുന്നെങ്കിൽ ആരെങ്കിലും പൂപ്പാട്ട് പാടുമോ? കുംഭവെയിൽ കഴിയണം, മീനത്തിൻ്റെ ചൂട് കഴിയണം, മേടത്തിൻ്റെ വരൾച്ചയും മിഥുനത്തിൻ്റെയും കർക്കിടത്തിൻ്റെയും വറുതിയും വേവലാതിയും കഴിഞ്ഞെങ്കിലേ ഒരു ശ്രാവണം, ഒരു ചിങ്ങം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനൊരു അന്തരീക്ഷത്തിൽ നമുക്ക് സ്വപ്നങ്ങളെ പ്രണയം കൊണ്ട് നിറയ്ക്കാം, പ്രണയത്തെ നിലാവ് കൊണ്ട് പുതപ്പിക്കാം. വയലാർ അങ്ങനൊരു പ്രണയഭാജനത്തെ വിളിച്ചത് ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാദയായകത്തു വരൂ ചക്രവർത്തിനി. അവൾ ഒരുങ്ങാണ് വരാൻ, അവളെ സ്വീകരിക്കാൻ. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമത്താലമേന്തി വരവേൽക്കും, പഞ്ചലോഹമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവസുന്ദരികൾ നിന്നയൻ പ്രണയദാഹമോടെ നടമാടും, ചൈത്രപത്മദള മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും ചക്രവർത്തിനി. ഈ ചക്രവർത്തിനിക്ക്
പ്രണയത്തിൻ്റെ ഒരു കൊട്ടാരമാണ്. സാലഭഞ്ജികകളാണ് കുസുമതാലമേന്തി നിൽക്കുന്നത്. വെണ്ണക്കല്ലിലുണ്ടാക്കിയ സ്ത്രീ ശില്പങ്ങൾ, അപ്സരസ്സുകളുടെ. ഈ സങ്കല്പമൊന്നും മണ്ണിൽ നിന്ന് കവിത കണ്ടെത്തുന്നൊരു കവിക്ക് പറ്റില്ല. ഗന്ധർവലോകത്തു നിന്ന് താഴോട്ടാണ് വയലാർ നോക്കിയത്. അപ്പോൾ കാണുന്ന ഭൂമിയിലൂടെ ഉറുമ്പുകളെപ്പോലെ കാണുന്ന മനുഷ്യരെ അദ്ദേഹം പ്രണയത്തിലേക്ക് കൊണ്ടുവന്നിട്ടൊന്നേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും നക്ഷത്രത്തിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിലാവിലിൻ്റെ ഉത്തരീയം പൊതിച്ച് മഴവില്ലിൻ്റെ ഊഞ്ഞാൽക്കട്ടിലിരുന്ന് സന്ധ്യാമേഘങ്ങളെ മുറുക്കിത്തുപ്പി എഴുതിയ പാട്ടുകളാണ്. അത് ഗന്ധർവൻ്റെ പാട്ടുകളാണ്. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അംഗച്ചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം. ഉദയാസ്തമന പതാകകൾ പറക്കും രഥവുമായി ആണ് കാലം നിൽക്കുന്നത്. അത് നമുക്ക് കുരുക്ഷേത്രത്തിനെ ഓർമ്മിപ്പിക്കും. നമുക്ക് ഏതോ പൂർവകാലത്തെ ഏതോ മന്വന്തരങ്ങളിലെ ഒരു രാജ കൊട്ടാരത്തിൻ്റെ പരിസരത്തെ ഫ്യൂഡൽ ഓർമ്മകൾ നമ്മളിലുണ്ടാക്കും. മണ്ണിനെ സ്നേഹിച്ച കവി, മണ്ണിനോട് ആഭിമുഖ്യം പുലർത്തുന്ന കവി എന്നൊക്കെ നമ്മൾ ഒരുപാട് സങ്കല്പങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വയലാർ മണ്ണിലുള്ള മനുഷ്യരെയും അവരുടെ മനസ്സിനെയും ആയിരുന്നു താലോലിച്ചത്. ഒരിക്കലും അദ്ദേഹം മണ്ണിൽ കാലൂന്നി നിന്ന് പാട്ട് എഴുതിയിട്ടില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ. ഉദ്ധതനായി മേഘത്തിൽ കാലൂന്നി നിന്ന് മഴവില്ലിലേക്ക് തല ചായ്ച്ച് അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് മലയാളിക്ക് ഏറ്റവും സമ്പന്നമായി ഇന്നും സൂക്ഷിക്കാനുള്ളത്. കാളിദാസൻ യക്ഷനെക്കുറിച്ച് പറഞ്ഞതുപോലെ താഴെ, വളരെ താഴെ നിലയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടുകയാണെങ്കിൽ നാട്ടിൻപുറത്തിൻ്റെ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പം അവൾ പാടുമ്പം വയലാർ രാമവർമ്മയ്ക്ക് എഴുതാൻ പറ്റിയത്, ഗംഗയാറൊഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു. ഗംഗയാറിനെയും ഗന്ധർവനെയും ധ്യാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ സംസ്കൃതിയാണ്, സംസ്കാരമാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ പുരാണേതിഹാസങ്ങളും ഒക്കെ വളരെ അവഗാഢമായി പഠിച്ചതിൻ്റെ ഒരു പിൻബലം അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിലും കാണാം. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നോ വസന്ത പൗർണമിനി. ആ വസന്ത പൗർണമിയോട് ചോദിക്കുകയാണ്, നീ ആരെയാണ് അന്വേഷിച്ചു വരുന്നത്? വസന്ത പൗർണമി ഭൂമിയിലേക്ക് അന്വേഷിച്ചു വരികയാണ് ഒരു പെൺകുട്ടിയെ. സാധാരണ ഭൂമിയിലുള്ള പ്രണയിനിയായൊരു പെൺകുട്ടി, പ്രണയം കൊണ്ട് തുടുത്ത പൂ പോലത്തെ മനസ്സുമായുള്ള പെൺകുട്ടി മുകളിലേക്ക് നോക്കി അന്വേഷിക്കാറാണ് പതിവ്. ഇത് വസന്ത പൗർണമിയും ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ നിന്നും ആരെ തേടിയാണ് നീ നാട്ടിൻ പുറത്തേക്ക് വരുന്നത് എൻ്റെ നിലാവേ എന്ന് ചോദിക്കാനുള്ള കവിത്വമാണ്. അതിൻ്റെ കുസൃതിയാണ്, അതിൻ്റെ ലാവണ്യമാണ് വയലാർ കവിതയോട് നമുക്ക് ധ്യാനം, പ്രണയം, ഇഷ്ടം തോന്നുന്നു. ചന്ദനമുകിലിൻ മൂടുപടത്തിൽ സ്വർണ്ണഞ്ഞൊറികളിലൂടെ ചന്ദനമുകിലിൻ
മൂടുപടത്തിൻ സ്വർണ്ണഞ്ഞൊറികളിലൂടെ നിൻ കൺമുനകൾ തൊടുത്തു വിട്ടൊരു നീലമലരമ്പെവിടെ, എവിടെ 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 ആകാശഗംഗയോട്. വളരെ വളരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു നിൻ ചന്ദനമുകിലിൻ്റെ മൂടുപടത്തിലൂടെ നിൻ കൺമുനകൾ എയ്തു വിട്ട നീല മലരമ്പെവിടെ എന്ന് പെൺകുട്ടിയോട് ചോദിപ്പിക്കാനുള്ള കൗതുകത്തിൻ്റെ മന്ത്രം, അതിൻ്റെ സൂത്രം അതായിരുന്നു വയലാറിൻ്റെ പാട്ടുകൾ. എന്നെ മോഹിപ്പിച്ചു എന്നല്ല, എന്നെ ധ്യാനിപ്പിച്ചു എന്നാണ് ഈ പാട്ടിനൊക്കെ പറയാനുള്ള കാരണം. കുട്ടിക്കാലത്തൊക്കെ പഠിക്കുമ്പോൾ റേഡിയോ ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ. 4 നാഴിക നടന്നു പോകണം ഒരു റേഡിയോ. ആ വീട്ടിൽ ചെറിയൊരു അപകടമുണ്ട് താനും. ആ വീട്ടിലെ ആൾ 2 എണ്ണം അടിക്കുന്ന ആളാണ്. വീട്ടിലൊരു പട്ടിയുണ്ട് ഗംഭീരം. അതുകൊണ്ട് ഒരിക്കലും ധൈര്യപൂർവ്വം അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. എന്നാൽ ആ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അടുത്തൊരു വലിയൊരു മാവുണ്ട്. ഈ മാവിൻ്റെ ഒരു ശാഖ ഇയാളുടെ വീട്ടിൻ്റെ ഓടും പുറത്തേക്കാണ്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കൂടെ വാനരൻ കയറുന്ന മാതിരി കയറി മുകളിലിരിക്കും. അപ്പോൾ അയാളുടെ പട്ടി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, അയാളുടെ ലഹരിയെയും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഈ മാവും മറ്റൊരാളുടേതാണ്. കേസ് കൊടുക്കാനും വയ്യ അയാൾക്ക്. ഞാൻ ഇതിൻ്റെ മുകളിലിരുന്ന് സകല പാട്ടും പഠിക്കും. 1 മണിക്കൂർ ഉച്ചയ്ക്ക് വിവിധ ഭാരതിയുള്ള പാട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ദ്വീപുകാർക്ക് വേണ്ടിയും തൊഴിലാളി മണ്ഡലത്തിലൊക്കെ പാട്ടുണ്ടാവും. അത് കഴിഞ്ഞ് രാത്രി ഉണ്ടാവും 1 മണിക്കൂർ ചലച്ചിത്രഗാനം. എഴുതാനും കടലാസും പെന്നൊന്നുമില്ല, കാരണം ഒരു ചെറിയ കൊമ്പത്താണ് ഞാൻ ഇരിക്കുന്നത്. ആ കൊമ്പ് മുകളിലിരുന്നിട്ട് 2 കൈ ഒഴിവുണ്ടാവില്ല. ഇങ്ങനെ ഇരുന്നിട്ട് പാട്ട് പഠിക്കണം. അതാണ് ഒറ്റ കേൾവിക്ക് അന്ന് ഞാൻ പാട്ട് പഠിക്കുന്നത്. ഇന്നും അത് മറന്നിട്ടില്ല, അത് മറക്കുകയില്ല. അതിൻ്റെ ഒരു പ്രാർത്ഥന, അതിൻ്റെ ഒരു നിലാവെളിച്ചത്തിലൂടെ ഞാൻ എൻ്റെ വഴിയിലൂടെ നടക്കുകയാണ്.